ആദ്യം ചാക്കിലെല്ലാം വിറവെല്ലാം വാരി വയ്ക്കാന്ന് കരുതുന്നത്. ഹലോ ഗായ്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പൊ വിചാരിക്കും ഞാൻ എന്താണ് ഈ കുണ്ടവാസിനെ പോലെയൊക്കെ നിൽക്കുന്നത്. ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പക്ക ക്ലീനിങ് ആണ് ഗായ്സ്. അതായത് പണ്ട് നമ്മൾ ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പൊ ഈ വീട്ടിൽ ഒരു ഏരിയ ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ ഈ തേങ്ങാപ്പേര എന്നൊക്കെ പറയാം. അവിടെ നമ്മൾ തേങ്ങയൊക്കെ കൊണ്ടിടുന്നതും തൊണ്ട് ഒക്കെ എടുക്കുക അവിടെ ആയിരുന്നു പണ്ട് നമ്മൾ അമ്മ വിറവെടുപ്പ് സെറ്റ് ചെയ്ത് തീ കത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാനിപ്പോ വിചാരിക്കുന്നു അതൊരു ചാലഞ്ച് ആക്കി എടുത്ത് നമുക്ക് അത് ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്ന ഗൈസ് നിങ്ങളെ കുക്കിംഗ് ചെയ്ത് കാണിക്കാനായിട്ടൊരു സ്പേസ് കിട്ടുമല്ലോ. ആൻഡ് ഓൾസോ അവിടെ ആ ഏരിയ എപ്പോഴും വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് ആ ചാലഞ്ചാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഒരു മേക്കപ്പും ഇല്ലാതെ വന്നത്. ഇനിതാ ഈ ഷോളും കൂടെ ഇട്ട് വരുന്നില്ല. ആ ഷോളും കൂടെ എടുത്ത് ഞാൻ എന്ത് ചെയ്യും, ഒരു മാസ്ക് ഒന്ന് കെട്ടും. കാരണം കുറച്ച് ഡസ്റ്റ് അലർജിയൊക്കെ ഉണ്ട്. അപ്പൊ മേക്കപ്പ് ഒന്നും ഇട്ടിട്ട് കാര്യമില്ല ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ആ വീഡിയോയിലോട്ട് പോവാം. ഞാൻ എന്താണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചു തരാം. ഇപ്പൊ അതിന്റെ ലുക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കോളമായി ഇരിക്കുകയാണ്. കാരണം എത്ര വിചാരിച്ചാലും വീണ്ടും തേങ്ങ പൊതിക്കും, നമ്മൾ തൊണ്ടവിടെ കൊണ്ടിടും. പിന്നെ വിറവൊക്കെ ഉണ്ട്, അതെല്ലാം മാറ്റി നമുക്ക് കെട്ടി ഒരു സൈഡിലോട്ട് വെച്ച് സെറ്റ് ആക്കണം. അപ്പൊ ഇന്ന് എല്ലാവരും കൂടെ ആ ചാലഞ്ചിലോട്ട് വന്നാലും അപ്പൊ നമുക്ക് ബാക്കി വിശേഷം അവിടെ പോയി കാണാൻ കഴിയും. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ വൃത്തിയാക്കും മുമ്പ് അവിടെ എങ്ങനെയാണ് ഏത് രീതിയിലാണ് കിടക്കണമെന്ന് കാണിച്ചു. പിന്നെ തെങ്ങിന്റെ മൂടൊക്കെ കിളച്ച് ചാമ്പലൊക്കെ വാരിയിട്ട് കഴിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞൊരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെയാണ് സത്യം പറഞ്ഞാൽ എത്ര ശ്രമിച്ചിട്ടും ഇതേപോലെ തന്നെ കിടക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് വൃത്തിയാക്കണം. ഇതാണ് ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് എന്ന് പറയുന്നത്. ഇതൊരു 1.5 ചാലഞ്ചായിട്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. കാരണം കുറച്ചല്ല, ഒരുപാട് പണിയുണ്ട് ഇവിടെ. ഇതിനെക്കാട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം വൃത്തിയാക്കി. അപ്പം നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കി നല്ലൊരു അടുപ്പ് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മളെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഗൈസ്. കട്ട ക്ലീനിങ് ചെയ്യാൻ പോകുന്നു. ഇങ്ങനെ കെട്ടിയില്ലെങ്കിൽ ഞാൻ കിടക്കും. അതിന്റെ ഇടയിലൊരു താരം കിടന്ന് ഉറങ്ങിയിരുന്നു കേട്ടോ പൂച്ച. ആദ്യം ചാക്കിലെല്ലാം വിറവെല്ലാം വാരി വയ്ക്കാന്ന് കരുതുന്നത്. കൊഴുമ്പും ചൂട്ടിനും കൂടെ കെട്ടി വയ്ക്കാം. ഇവിടെ കെട്ടി സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ കൊതുമ്പെല്ലാം കെട്ടി വയ്ക്കാന്ന് വിചാരിക്കുന്ന കാര്യം. ഇത്രയും വിറവുണ്ട്, നമുക്ക് കൊടുക്കണം. എനിക്കൊന്ന് പണ്ടത്തെ ഒലക്കയാണെന്ന് തോന്നണടി. ഇവിടെ ഇരുന്ന് കേട്ടോ, ഇവിടെ കൈ ഉണ്ട്. ഇച്ചുകുട്ടിയാണ് നമ്മൾ ഹെൽപ്പറും.
ഇത്രയും നമ്മൾ ഒതുക്കി ഗൈസ്. ഇനി നമ്മൾ അടുത്തത് ഇവിടെ തീർത്ത് വൃത്തിയാക്കി. എടി ഇത് മാത്രം എനിക്ക് പറ്റൂലടി. വലിയൊരു ടാസ്ക് ഞാൻ എന്ത് സഹിക്കും ഗൈസ്. പല്ലി കൊച്ചിലിരുന്ന് കയ്യിലൊക്കെ ഒന്ന് വീണിട്ടുണ്ട്, അതുകൊണ്ട് പല്ലി മാത്രം ഒരു പേടിയാണ് ഗൈസ്. അവൻ കാണരുത്. അത്ര ഒരു പ്രശ്നമല്ല എനിക്ക്. പൊളിക്കൊന്നു വർഷത്തെ പൊടിയല്ലോ. കഴിഞ്ഞ ദിവസത്തില്ല കുറെ വർഷമായിട്ട് ഇതിങ്ങനെ കിടക്കില്ലേ. അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ വലയും അടിച്ച് ഏകദേശമൊക്കെ വലയും അടിച്ച് ഇവിടെ വൃത്തിയാക്കി ഗൈസ്. ഇവിടെ ഇനി നമുക്ക് ഇവിടെയൊക്കെ കഴുകണം കേട്ടോ. ഈ താഴെ വൃത്തിയാക്കണം. ഇവിടെ ഇത്രയും ഞാൻ ഇതൊക്കെ കയറ്റി എല്ലാം വെച്ചിട്ടുണ്ട്. ബാക്കി ഇവിടെ ഇനി വൃത്തിയാക്കാം. ബാക്കി അതും കൂടെ ചെയ്തിട്ട് വരാം. നമ്മളിതൊക്കെ വൃത്തിയാക്കി ഗൈസ്. വലിയ ടാസ്ക് കംപ്ലീറ്റ് ആയി ഗൈസ്. ഞാൻ പോയി വെള്ളം എടുത്ത് അപ്പുറത്തുനിന്ന് പോയി ഒരു സർഫ് പൊടിയും വാങ്ങിച്ചു. നമുക്കിവിടെ ഒന്ന് ആദ്യം വാഷ് ചെയ്യാം. വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് വന്നിട്ട് ഈ പരലുപ്പുണ്ടല്ലോ, ചേട്ടൻ നമ്മൾ പറഞ്ഞു കേട്ടോണ്ട് പരലുപ്പിട്ടൊക്കെ ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി കഴുകി എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വേറെ ജന്തുക്കളൊന്നും വരില്ല എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇനി അടുത്ത ടാസ്ക് ആണ് ഗൈസ്. തളരില്ല, കട്ടക്കിന്ന് ഞാൻ നിൽക്കും. എനിക്ക് ശരിയാക്കിയാലേ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വീഡിയോ യൂട്യൂബിൽ കാണുന്നത് കാർത്തിക് സൂര്യയുടെ വീഡിയോ എടുത്തിട്ടാണ് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനായി. അതുപോലെ അവൻ പറയാം ഡെയർ ടു ഡ്രീം, ഹലോ ഗായ്സ്. അപ്പോൾ അതടക്കൊക്കെ ഏകദേശമൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് M4Tech, അവൻ്റെ വീഡിയോസ്, മച്ചാൻ്റെ വീഡിയോസ്, അത് പൊളിയാണ് ഗായ്സ്. അതും ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. ചാലഞ്ചിങ് വീഡിയോസൊക്കെ എടുക്കുക. പിന്നെ ഞാൻ ആദ്യമൊക്കെ സ്റ്റക്കായി നിന്ന് ഞാൻ വീട്ടിൽ ഇരിക്കണേ എന്ത് ചെയ്യാം. പക്ഷെ നമ്മളെ വീട്ടിൽ തന്നെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. പിന്നെ എല്ലാവരും പറയും നമ്മളൊരു സക്സസ്സിലെത്തുമ്പോൾ പറയും ലക്കാണെന്ന്. ഒരിക്കലും
ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്ക് ചെയ്താലേ സക്സസ് ആവും. എന്നെങ്കിലും ഞാൻ സക്സസ് ആവും. ആ ഒരു പോസിറ്റീവ് മൈൻഡ് മാത്രം എൻ്റെ ഉള്ളിലുണ്ട് ഗൈസ്. ബാക്കി എന്താണെന്ന് വെച്ചാൽ വരണടുത്ത് വെച്ച് കാണാം. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ കണക്ക് ഒരു തൈ, ആ തൈ നമ്മൾ അത്രയും ചെടിയാക്കി എടുത്തു. എങ്ങനെയാണ് എടുത്തത്? ഹാർഡ് വർക്കിലൂടെ. നമ്മൾ വെള്ളവും വളവും വീഴ്ത്തി അതിനെ പരിപാലിക്കാതെ നമ്മൾ അത് എത്ര എത്തും? ഇല്ല. അതേപോലെയാണ് നമ്മളെ ലൈഫ്. കഷ്ടപ്പെട്ട എവിടെയെങ്കിലും എത്തും ഗൈസ്. കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗായ്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഗായ്സ്. അപ്പോൾ ഇനിയും പുതിയ പുതിയ ചാലഞ്ചിങ് വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ തിരിച്ചു വരുന്നവർക്കും എല്ലാവർക്കും ബൈ.